കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അറ്റകുറ്റപ്പണികൾക്കായി ടാറിംഗ് കുഴിച്ചിട്ടിരിക്കുന്നത് അപകടക്കെണിയായി മാറുന്നു. ബോഡിമെട്ട് മുതൽ പൂപ്പാറ വരെയുള്ള 20ഓളം ഭാഗങ്ങളിലാണ് ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്ന തരത്തിലുള്ള ടാറിംഗ് കുഴിച്ച് മാറ്റിയിരിക്കുന്നത്. 4 മീറ്റർ മുതൽ 20 മീറ്റർ വരെ നീളത്തിലാണ് ടാറിംഗ് നീക്കിയിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾക്കായി 1 വർഷം മുമ്പാണ് ടാറിംഗ് ഇളക്കി മാറ്റിയത്. ഇതിനോടകം നിരവധി അപകടങ്ങളും നടന്നിട്ടുണ്ട്. എന്നിട്ടും കുഴികൾ നികത്തി ടാറിംഗ് നടത്തുന്നതിന് അധികൃതർ തയ്യാറാകുന്നില്ല. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനം സാധ്യമായത്. മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയായിരുന്നു ദേശീയപാത നവീകരണ പ്രവർത്തനം നടത്തി നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കിയ പല ഭാഗത്തും ടാറിംഗ് വിണ്ടുകീറിയതോടെയാണ് ഈ ഭാഗങ്ങളിലെ ടാറിംഗ് ഇളക്കി മാറ്റിയത്. 3 ഇഞ്ച് കനത്തിലുള്ള ടാറിംഗ് ഇളക്കി നീക്കിയതോടെ ഈ ഭാഗങ്ങൾ വലിയ കുഴികൾക്ക് സമാനമായി മാറി. ഇതോടെ രാത്രികാലത്തടക്കം ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവം. അറ്റകുറ്റപ്പണികൾക്കായി ടാറിംഗ് ഇളക്കി കുഴിയെടുത്തിട്ട് 1 വർഷം പിന്നിടുമ്പോഴും ഇവ നന്നാക്കുന്നതിന് ദേശീയപാത വിഭാഗം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. குழியில் வரும்போது பைக் சைட்டில் வரும்போது அங்கிட்டு வந்தால் ஆக்சிடென்ட் ஆகுது. இது 1 வருஷத்துக்கு மேலே ஆயிடுச்சு. இது இன்னமும் சரி பண்ண மாட்டாங்க. இந்த ரோடு ஃபுல்லாக ஒன் சைடு பூராமே மேடு தோண்டி தான் போட்டிருக்காங்க தவிர கார் ஓட்டு இன்னும் சரி பண்ண மாட்டேங்கிறாங்க. കുഴിയായതിനാൽ ഈ ഭാഗം ഒഴിവാക്കി വാഹനങ്ങൾ എതിർദിശയിലൂടെയാണ് പോവുക. ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് വഴിയൊരുക്കാറുണ്ട്. വളവുകളിലടക്കം കുഴി ഒഴിവാക്കി റോങ് സൈഡ് കയറുന്നതോടെ എതിരെ വരുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിക്കാൻ സാധ്യതയേറെയാണ്. മുമ്പ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷ ഇടിച്ചു തെറിപ്പിച്ച സംഭവവുമുണ്ടായി. അടിയന്തരമായി ദേശീയപാതയിലെ അപകടക്കെണി ഒഴിവാക്കി ടാറിംഗ് നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. സിറ്റി വിഷൻ, പൂപ്പാറ.